അങ്ങ് ആ മുദ്രാവാക്യങ്ങളിൽ വരുന്ന സ്ത്രീ വിരുദ്ധത അടക്കമുള്ള കാര്യങ്ങളെ തള്ളി പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ശ്രീ മുഹമ്മദ് ഷമാസ്, ഇന്നലെ ശരിയാണ്, അങ്ങ് റിപ്പോർട്ടറിന്റെ ചർച്ചയിലിരിക്കുമ്പോഴാണ് നിങ്ങളുടെ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് ആക്രമിക്കപ്പെട്ടത്. അത് വലിയൊരു ജനക്കൂട്ടം തന്നെയായിരുന്നു. അവിടെ പോലീസ് പര്യാപ്തമായിട്ടുണ്ടായിരുന്നില്ല. അത് നിയന്ത്രിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്കുള്ള അക്രമ സംഭവം തന്നെയായിരുന്നു. അങ്ങ് തന്നെ ഇറങ്ങിപ്പോവുകയും വെല്ലുവിളിക്കുകയും ഒക്കെ ചെയ്തു. അംഗീകരിക്കാൻ കഴിയാത്തതാണ്. രാഷ്ട്രീയത്തെ രാഷ്ട്രീയം കൊണ്ട് നേരിടണം, ഇതൊന്നും രാഷ്ട്രീയമല്ല എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. എന്നിരുന്നാൽ പോലും പക്ഷേ അങ്ങ് നടത്തിയ ഒരു പരാമർശമുണ്ട്, കെ സുധാകരന്റെ കുട്ടികൾ എന്ന്. ഇത് നോക്കൂ, ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന സ്ത്രീവിരുദ്ധത എങ്ങനെയാണ് ഈ തലമുറയായിട്ട് പങ്കുവെച്ചു പോകുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കേരളത്തിലെ 3 ആരോഗ്യമന്ത്രിമാർ, ഏറ്റവും അവസാനം വന്ന CPM നിന്ന് വന്ന 3 ആരോഗ്യമന്ത്രിമാർ സ്ത്രീകളാണ്. 3 പേർക്കെതിരെയും അധിക്ഷേപം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം. മുല്ലപ്പള്ളി രാമചന്ദ്രൻ കോവിഡ് റാണി എന്നാണ് ഇതിന് തൊട്ടു മുൻപുള്ള ആരോഗ്യമന്ത്രിയെ വിശേഷിപ്പിച്ചത്. മാപ്പ് പറയുന്നുണ്ടോ എന്ന ചോദ്യത്തിന് നത്തിങ് ഡൂയിങ് എന്നായിരുന്നു മറുപടി. ഓർമ്മയുണ്ടാകുമല്ലോ അല്ലെ? എങ്ങനെയാണ് ഈ തുടർച്ചയുണ്ടാകുന്നത് ഇത്ര ലജ്ജാവിഹീനമായി? അതിവിടെ ഞങ്ങളുടെയൊക്കെ വൈകാരിക സ്ഥാപനമാണ് ഈ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസുകളെന്ന് പറയുന്നത്. ആ ഓഫീസ് ഉൾപ്പെടെ അടിച്ചു പൊളിക്കാൻ വരുന്ന ഈ തെമ്മാടി കൂട്ടങ്ങളോട് ഞങ്ങൾ ഈ പറഞ്ഞ ഗാന്ധിസം പ്രസംഗിച്ച് സമാധാനത്തിന്റെ വെള്ളരിപ്രാവ് ചമഞ്ഞ് പോകൂ എന്നുള്ള ധാരണയൊന്നും ആർക്കും വേണ്ട. അതിന് കെ സുധാകരന്റെ കുട്ടികളെന്നല്ല, ഏത് ഉശിരുള്ള നേതാവിന്റെയും പിന്മുറക്കാരായി തന്നെ ഞങ്ങൾ അറിയപ്പെടും. ഞങ്ങൾ ആ രീതിയിൽ പ്രവർത്തിക്കുകയും പെരുമാറുകയും തന്നെ ചെയ്യും. അതിന് ഏതെങ്കിലും തരത്തിൽ ആരുടെയും സർട്ടിഫിക്കറ്റിന്റെ ആവശ്യവുമില്ല. ഞങ്ങൾ ഈ ജില്ലയിൽ സംഘടനാ പ്രവർത്തനം നടത്തി ഈ പറഞ്ഞ SFIക്കാരന്റെയും DYFIക്കാരന്റെയും ഭീഷണികളെയും ഇവരുടെ അക്രമത്തേക്ക് അതിജീവിച്ച് മുന്നോട്ട് പോകുന്നത് അത്യാവശ്യം കയ്യൂക്കും കരുത്തൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ്. നിരവധിയായ ചെറുപ്പക്കാർക്ക് ഈ പറഞ്ഞ കാബാലികളുടെ കലാരാർത്ഥങ്ങളാൽ ഈ പറഞ്ഞ രക്തം ചിന്തേണ്ടി വന്ന, ജീവൻ നഷ്ടപ്പെടേണ്ടി വന്ന ഷുഹൈബ് ഉൾപ്പെടെയുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ ഏറ്റവും ഒടുവിൽ തന്നെ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് അത്തരം രീതിയിലേക്ക് ചർച്ചയെ കൊണ്ടുപോകാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ വിഷയം മന്ത്രി വീണ ജോർജിന്റെ നാടകമാണ്. നിങ്ങൾക്ക് ഇതിനകത്തുള്ള പ്രയാസം മന്ത്രി വീണ ജോർജിനെ നടിയെന്ന് ആക്ഷേപിക്കുന്നു, അവഹേളിക്കുന്നു എന്നുള്ള രീതിയിലാണല്ലോ. ഇങ്ങനെ വളരെ കൃത്യമായി നിറഞ്ഞ് അഭിനയിക്കുന്ന ഒരാളെ പിന്നെ നടി എന്നല്ലാതെ പിന്നെ എന്താണ് വിശേഷിപ്പിക്കേണ്ടത്? ഒരു പിന്മാറലും അതിനകത്തില്ല. നന്നായി അഭിനയിക്കുന്നുണ്ട്, പരിക്കില്ല. താങ്കൾ പറഞ്ഞു അപലപിക്കുന്നില്ല. ഈ വിഷയത്തിൽ പരിക്കുണ്ടെങ്കിലല്ലേ അപലപിക്കേണ്ട വിഷയമുള്ളൂ. മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്ക് നേരെ അക്രമം ഉണ്ടായി, പരിക്കുണ്ടായി, കല്ല് ദേഹത്ത് പതിച്ച് ചോര പൊടിയുന്നത് ദൃക്സാക്ഷ്യമായി നിങ്ങളെല്ലാം ദൃശ്യമാധ്യമങ്ങൾ ഉൾപ്പെടെ പ്രദർശിപ്പിക്കുമ്പോൾ അത് കാണുമ്പോൾ അതിനകത്ത് VS അച്യുതാനന്ദൻ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അപലപിച്ചു. സമാനമായ രീതിയിൽ ഇങ്ങനെ ഒരു അക്രമം ഇവിടെ നടന്നിട്ടില്ല. ഇത് നടന്നതൊരു തിരക്കഥയും കൃത്യമായ ആസൂത്രണവുമാണ്. അതിന്റെ പേരിൽ നടക്കുന്ന നാടകങ്ങളുടെ പേരിൽ ഞങ്ങൾ അങ്ങ് അപലപിച്ച് ഈ പറഞ്ഞ രീതിയിൽ ഇതിന്റെ എല്ലാം പിതൃത്വവും ഉത്തരവാദിത്വവും ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറല്ല. ഇത് വളരെ കൃത്യമായ ഒരു ലക്ഷ്യത്തോടു കൂടി, രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി ഇതിന്റെ പേരിൽ ഈ തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഓഫീസ് മുതൽ ഇന്ന് ഈ ജില്ലയിലെ ഡസൻ കണക്കിന് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഓഫീസുകൾ നിരന്തരം അടിച്ചു പൊളിച്ച് തീയിട്ട് തകർത്ത് ഒരു കലാപ അന്തരീക്ഷം ഈ ജില്ലയിൽ സൃഷ്ടിച്ച് സംസ്ഥാനത്തുടനീളം അക്രമം അഴിച്ചുവിട്ട് ഇവിടുത്തെ ചില വെല്ലുവിളി മുദ്രാവാക്യങ്ങൾ ഒരു വശത്ത് ഉയർത്തി, കൊലവിളി മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഈ നാടിന്റെ സമാധാന അന്തരീക്ഷത്തെ ഉൾപ്പെടെ തകർക്കുന്നതിന് ആരാ ഉത്തരവാദി? ആരാ അതിന് ആഹ്വാനം ചെയ്തത്? ഇതാ മന്ത്രി അങ്ങ് കൊല്ലാൻ പോകുന്നേ എന്ന് പറഞ്ഞ് പത്രസമ്മേളനം നടത്തി അന്തിഗോവിന്ദ മാഷും ഇതാ മന്ത്രിക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞ് തിരക്കഥ മെനഞ്ഞ സ്പീക്കർ AN ഷംസീറും ഈ തിരക്കഥയുടെ എല്ലാം അണിയറ ശില്പിയായി പ്രവർത്തിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ? ഇതെല്ലാം ജനങ്ങളുടെ മുമ്പിൽ യാഥാർത്ഥ്യം പോലെ നിൽക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ കുറെ പുകമറ സൃഷ്ടിച്ച് ഞങ്ങളുടെ കുറെ നേതാക്കന്മാരെ അധിക്ഷേപിച്ച് കുറെ മുൻകാല നേതാക്കന്മാരുടെ ചരിത്രം ഈ പറഞ്ഞ ഇത് 5 വർഷം മുമ്പുണ്ടായിരുന്ന വീട്ടിലേക്കാണ് ഞങ്ങൾ മാർച്ച് നടത്തേണ്ടത്. ചരിത്രം മറച്ചു വെക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അപമാനമുള്ളതുകൊണ്ടാണ്. ഞാൻ പറയുന്ന ഓരോ ഘട്ടത്തിലും മാധു ഇടപെട്ട് സംസാരിച്ചു. അതൊന്നുമില്ല, സംസാരിക്കേണ്ട അവസരം ഒരുക്കി കൊടുത്തു. അരുൺകുമാർ പറഞ്ഞല്ലോ 5 വർഷത്തിനിടയിൽ 5 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ KK ശൈലജ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചറുടെ വീട്ടിലേക്കാണോ ഞങ്ങൾ ഈ വിഷയം ഉയർത്തി പ്രതിഷേധം നടത്തേണ്ടത്? നിലവിലുള്ള സിസ്റ്റത്തിനെതിരെയല്ലേ? ഈ സിസ്റ്റം മുഴുവൻ പരാജയമല്ലേ? എവിടെ ആശുപത്രിയുടെ കെട്ടിടം തകർന്ന് വീണ് ഈ ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്? എവിടെയാണ് ഈ പറഞ്ഞ ഇത്രയും ദിവസങ്ങളായി ഡോക്ടർമാർ സമരം ചെയ്യുന്നത്? ഇതെല്ലാം കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ നടക്കുന്ന സംഭവങ്ങളല്ലേ? ഇതൊന്നും കാണാതെ ഇതിനോടൊക്കെ മുഖം തിരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയോ? അവിടെ KSU എവിടെ, യൂത്ത് കോൺഗ്രസ് എവിടെ, കോൺഗ്രസ് എവിടെ എന്നൊക്കെ രീതിയിൽ ഇവിടെ ആരാണ് സമരം ചെയ്യേണ്ടത്, ഏത് വിഷയമാണ് ഏറ്റെടുക്കേണ്ട രീതിയിലേക്ക് തരംതിരിച്ച് കണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയോ? എന്ത് തോന്നിയവാസത്തിനും
കൂട്ടുപിടിക്കുന്ന രീതിയിലേക്ക് ഈ പറഞ്ഞ അരുൺകുമാറിനെ പോലുള്ള ആളുകൾ മാറരുത്. മന്ത്രിയുടെ ഭാഗത്ത് ഇത്രയും ദിവസമായല്ലോ. ഇത് ശരിയാണ്. ഞാൻ അതായത് അങ്ങ് ചോദിച്ച ഈ ചോദ്യങ്ങൾ ഇപ്പോഴെവിടെ? പരസ്യമായി അതായത് കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്ക് ഉണ്ടായി എന്ന് കോൺഗ്രസ് പറയുന്ന കോട്ടങ്ങൾ ഉയർത്തി പറയാനുള്ള നിങ്ങളുടെ വേദി നഷ്ടപ്പെടുത്തിയത് നിങ്ങളുടെ ഈ വകതിരിവില്ലാത്ത മുൻകൂർ ആലോചനയില്ലാത്ത തരത്തിലുള്ള പ്രതികരണമാണ്. അവിടെയാണ് നിങ്ങൾക്ക് പിഴയ്ക്കുന്നത്. ഇത് നോക്കൂ, കേരളത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ രക്ഷാപ്രവർത്തനം എന്ന പേരിൽ നാടൊട്ടും കാട്ടിക്കിട്ടിയിരിക്കുന്ന സമയത്ത് വിമാനത്താവളത്തിൽ പോയി വിമാനത്തിനുള്ളിൽ കയറി പ്രതിഷേധിച്ചു. തീർന്നോ? അതിന് മുഴുവൻ നരേറ്റീവ് തിരിഞ്ഞു. ആ നിലയ്ക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ കാലത്തെ അഡ്രസ് ചെയ്യാൻ പറ്റാതെ പോകുന്നത്? നിങ്ങൾ റീത്ത് കൊണ്ടുവച്ച് പ്രതിഷേധിച്ചപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ള ചർച്ച ചെയ്തുകൊണ്ടല്ലേ ഈ ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. പിന്നെ ചർച്ച ചെയ്യാതെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞതുപോലെ ഞങ്ങളുടെ PR വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത് ഇവരുടെ കൂട്ടത്തിലുള്ള ചില ആളുകളാണ്. കാരണം ഈ വിഷയം ഇത്രയും മൂർച്ചയോടുകൂടി ചർച്ച ചെയ്യാൻ അവസരം ഉണ്ടാക്കിയതും ഈ മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും നേതൃത്വത്തിലുള്ള നാടകം തന്നെയല്ലേ. അല്ലാതെ എന്ത് പരിക്കാണ് മന്ത്രിക്ക് പറ്റിയത്? ഇങ്ങനെ കുറെ മെഡിക്കൽ ബുള്ളറ്റിൻ ഇറങ്ങും. എവിടെന്ന്? ജില്ലാ ആശുപത്രിയിൽ നിന്ന് പരിയാരം മെഡിക്കൽ കോളേജിൽ എത്തുമ്പോൾ വേറൊന്ന്, നാളെ ഇപ്പൊ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോയാൽ വേറെ ഒന്ന് ഇറങ്ങും. എവിടെന്നാ ഈ മെഡിക്കൽ ബുള്ളറ്റിൻ ഇറങ്ങുന്നത് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. പരിയാരം മെഡിക്കൽ കോളേജിൽ ഈ ചർച്ച നടക്കുമ്പോൾ മന്ത്രിയുടെ ഫോട്ടോ ഞാൻ മാധുവിന് അയച്ചു തരണോ? ഒരുപക്ഷെ പരസ്യമായി അത് പ്രദർശിപ്പിക്കുന്നതിൽ ചില മര്യാദ വെച്ച് പുലർത്തുകയാണ്. മന്ത്രി ചിരിച്ചുല്ലസിച്ച് ICUവിൽ നഴ്സുമാരുടെ ചിരിച്ച് സെൽഫി എടുക്കുന്ന ചിത്രം ഞാൻ മാധുവിന് അയച്ചു തരണമോ? ഇതാണോ പരിയാരം മെഡിക്കൽ കോളേജിൽ ഗുരുതരമായി പരിക്ക് പറ്റി കിടക്കുന്ന കേരളത്തിന്റെ ആരോഗ്യമന്ത്രി വീണ ജോർജ്? ഇതാണോ ഇവിടെ അരങ്ങേറുന്ന നാടകത്തിന്റെ നടക്കുന്ന പ്രവർത്തികൾ? തീർച്ചയായും. എന്താ സംശയം? മാധു അയച്ചൊന്ന് കാണിക്ക്. ഇതാ നഴ്സുമാരോടൊപ്പം ചിരിച്ചുല്ലസിച്ച് കഴുത്തിലൊരു ഈ പറഞ്ഞ നാടകത്തിന്റെ ഭാഗമായിട്ടുള്ള ഡ്രസ്സൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ചില ക്രമീകരണങ്ങളൊക്കെ വെച്ച് ആരോഗ്യമന്ത്രി ഇങ്ങനെ ചിരിച്ചു നിൽക്കുന്ന ഫോട്ടോ ഞാൻ അയച്ചു തരാം. മാധു ഒന്ന് കാണിക്ക്. കോൺഗ്രസ് നേതാക്കൾ ഇന്ന് ഉച്ചയ്ക്ക് പോയി ആരോഗ്യമന്ത്രി കഴുത്തിന് ചികിത്സ തേടിയിട്ടുണ്ട്, ഇതവർക്ക് നേരത്തെയുള്ള പ്രശ്നമാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. കഴുത്തിനു നേരത്തെ തന്നെ ബുദ്ധിമുട്ടുള്ള ആളാണ് കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയെങ്കിൽ നേരിയ തോതിലുള്ള ബലപ്രയോഗവും സംഘർഷാവസ്ഥയും ഉണ്ടാകുമ്പോൾ അവർക്കത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കാനുള്ള മിനിമം ഒരു കോമൺ സെൻസ് കാണിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ ലക്ഷറി ഒന്നുമല്ല. അതിനുശേഷം ചർച്ചയാകാം. ശരി, ശ്രീ അയച്ചിട്ടുണ്ട്. താങ്കളുടെ വാട്സപ്പിലേക്ക് കൃത്യമായി അയച്ചിട്ടുണ്ട്. ഒന്ന് നോക്ക്. ഞാൻ വരാം. Debate with Madhu Saji.